ഹായ് അമീസ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി, പിന്നെ കുറച്ച് ലേറ്റായി പോയല്ലേ, സോറി കേൾക്കുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് കോൾഡ് പിടിച്ചിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നാളത്തേക്ക് എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് നല്ല സൗണ്ടിൽ തന്നെ ഇടാം. ഇനി ലേറ്റ് ആകുമെന്ന് പറയാൻ പറ്റില്ല, ഇനി പറ്റുന്ന പോലെ ഇടാം. ഓക്കെ, അധികം സംസാരിക്കണ്ട, നമുക്ക് നേരെ ഇനി എഫിലോട്ട് അടക്കാം. അതുപോലെ കഴിഞ്ഞ പണ്ട ലാസ്റ്റ് ജിമിച്ചിയും മിസ്സ കുറച്ച് റൗഡികളെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങളെ എന്താ പറയുക വഴക്ക് പറയാനും നിങ്ങളെന്തൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ ജിമിൻ വന്നിട്ട് നിങ്ങളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ആ മിസ്സേൻ്റെ ഒപ്പം എന്താ പറയുക ജിമിഷി കണ്ടിട്ടുള്ള എനിക്ക് കുറച്ച് സംസാരിക്കാനായിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിയിട്ട് പോവാണ്. നിങ്ങൾ കുറച്ച് ആങ്കറായിട്ട് ജിമിഷിനെ തന്നെ ഇങ്ങനെ അവരിങ്ങനെ പോകുന്നത് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ നമ്മളന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പം അതുമുതൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റൂമിലോട്ട് വരികയാണ്. റൂമിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക വിൻഡോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ പറയുക, ജിമിഷിയോ മിസ്സിയോ ഒന്നിച്ച് പോയല്ലോ, ഇനിയിപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ടെൻഷൻ ആവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജിമിച്ചിനെ വിശ്വാസമുണ്ട്, ഓക്കെ, ബട്ട് മിസ്സിനെ അത്ര വിശ്വാസമില്ല. എന്താ അവൾ ചെയ്യാൻ പോകുന്നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുപാട് ടെൻഷനായിട്ട് കുറച്ച് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ജിമിൻ്റെ അടുത്താണെങ്കിൽ നമ്മളെ മിസ്സിയുണ്ടല്ലോ, അവളുടെ ഒരു ബാറുണ്ടല്ലോ, അവിടെയാണ് അവർ ഇരിക്കുന്നത്. ഒരു റൂമിൽ ഒരു സോഫയിൽ ജിമിൻഷിയും അപ്പുറത്ത് മേസും ഇരിക്കുവാണ്. അവളാണെങ്കിൽ ഒരുമാതിരി ഒരുമാതിരി ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഒരുമാതിരി കരയാണ് അവിടെ തന്നെ ഇരുന്നിട്ട്. ജിമിൻഷി നോക്കിയിട്ട് ഇനി കരയാണ്. മിസ്സി ആണെങ്കിൽ ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ട് കൈ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണം. ജിമിഷി ആണെങ്കിൽ കുറച്ച് നേരം നിങ്ങളെ തന്നെ നോക്കിയിട്ട് മിസ്സ് എന്നെ തന്നെ നോക്കിയതിന് ശേഷം ഇങ്ങനെ സ്മോക്ക് ചെയ്യാണ്. അതിനുശേഷം ഓക്കെ, ഞാൻ നിന്നെ എന്തായാലും വെറുതെ വിട്ടേക്കാമെന്ന് പറയണം. അപ്പോൾ എന്താ പറയുക, മിസ്സി ആണെങ്കിൽ ഒരുമാതിരി ഷോക്കായിട്ട് ജിമിഷിനെ തന്നെ നോക്കുവാണ്. അപ്പോൾ ജിമിനാണെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കാം, ബട്ട് ഞാൻ നിന്നൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. നിൻ്റെ ഈ ബാറ് ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട്, പക്ഷേ എൻ്റെ കൺമുന്നിൽ നീ വരാൻ പാടില്ല. ഇവിടെ തന്നെ നീ ബാർ വെച്ച് എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ എൻ്റെ കൺമുന്നിൽ നീ വരാൻ പാടില്ല. കൺമുന്നിലായിട്ട് നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്തായാലും വിടുക എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ മിസ്സി ആണെങ്കിൽ ഇത് കേട്ടിരുന്നാൽ ഷോക്കാവാണ്. ഇവരെന്താ പറയുന്നത് ഇതിലെ രീതിയിലുള്ള ഷോക്കാണ്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ ബാറ് വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും പറയുന്നത്, അതേസമയം എൻ്റെ കൺമുന്നിൽ കണ്ടാൽ കൊല്ലുമെന്ന് പറയും. ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയാണ്. ജിമിഷി ശരി, ഓക്കെ, എനിക്ക് ഇത്ര സംസാരിക്കാനുള്ളൂ, ബായ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുകയാണ്. അതേസമയം പെട്ടെന്ന് മിസ്സ് കണക്ക് അവിടെ നീൽ ഡൗൺ ചെയ്തിട്ട് ജിമിഷിനോട് പ്ലീസ്, ഞാൻ എന്താ പറയുക കെഞ്ചി ചോദിക്കുകയാണ്, പ്ലീസ് എനിക്കൊരു ഒറ്റൊരാഗ്രഹം ഇല്ലും, നിങ്ങളപ്പോൾ ഒന്ന് ഡ്രിങ്ക് ചെയ്യണം, പ്ലീസ് ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഒറ്റയ്ക്കൊന്ന് ഡ്രിങ്ക്സ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം മിസ്സി ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നതായിട്ട് ജിമിഷിയും ശരി, ഓക്കെ, ഡ്രിങ്ക്സ് എടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ സോഫയിൽ തന്നെ പോയിരുന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാണ്. അപ്പോൾ മിസ്സി ആണെങ്കിൽ ഒരുപാട് ഈവളായിട്ട് സ്മൈൽ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഒരു ഡ്രിങ്ക്സ് ഇങ്ങനെ എടുത്ത് ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം അതിനകത്തോട്ട് ഒരു പൗഡർ ഇങ്ങനെ തട്ടിക്കൊണ്ട്, ഞാൻ വെറുതെ നിന്നെ വിടുമോ, ഇന്നെന്തായാലും എന്നെ വീട്ടിലോട്ട് വിടില്ല, നിങ്ങളെന്താ ഞാൻ ഒന്നാവാൻ വിടില്ല, എന്നെ അങ്ങനെ കരുതണ്ട എന്നുള്ള രീതിയിൽ, ഞാൻ അങ്ങനെയൊന്നും തോക്കില്ല എന്നുള്ള രീതിയിൽ ഒരുമാതിരി സ്മൈൽ ചെയ്തുകൊണ്ടായിട്ടിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം ജിമിഷിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഒരുമാതിരി സ്മൈൽ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ജിമിഷിയും കുറച്ച് നേരം ആ ഡ്രിങ്ക്സ് തന്നെ നോക്കിയിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ അതെടുത്തൊന്നും നോക്കാതെ അങ്ങനെ ഡ്രിങ്ക്സ് ചെയ്യണം. അതിങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഫുള്ളായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം മിസ്സി ആണെങ്കിൽ കുടിക്ക് അതിലെന്താ ഇട്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെ കുടിക്കുന്നല്ലോ എല്ലാ രീതിയിൽ ഒരുപാട് സ്മൈൽ ചെയ്തിട്ട്, കുറച്ച് നേരം കൂടെ നീ ഇവിടെ ഇരിക്കുക, അപ്പോൾ നിൻ്റെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആവും ആ ഒരു ആ ഒരു പൗഡർ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഞാൻ ഇന്ന് എങ്ങനെയായിരിക്കും നെയ്റ്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ഒരുമാതിരി എന്തോ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോയിട്ട് ജിമിച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം മനസ്സിലാണെങ്കിൽ നിനക്കൊരു ടാറ്റു ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ ബോഡിയിൽ എവിടെയോ, അതൊക്കെ ഇന്ന് ഞാൻ കാണുന്നില്ല രീതിയിലുള്ള സ്മൈൽ ചെയ്യാണ്. പെട്ടെന്ന് ജിമിച്ചി ആണെങ്കിൽ ഫുൾ ഡ്രിങ്ക്സും കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഓക്കെ, എൻ്റെ ആഗ്രഹമല്ല ഞാൻ നിൻ്റെ പെരുന്നത് ഡ്രിങ്ക് ചെയ്യണം, ഓക്കെ കുടിച്ചു, ഓക്കെ ബായ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ മിസ്സി ആണെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാം, ഇവിടുന്ന് ഇവനൊന്ന് പ്ലാൻ ചെയ്യുന്നില്ല രീതിയിൽ ഒരു ദേഷ്യം വന്നിട്ട് ഇവൻ്റെ കണ്ണിനൊക്കെ ഞാൻ പെണ്ണായിട്ട് തിരിയുന്നുണ്ടോ ഇല്ല രീതിയിൽ ഷോക്കായിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. ജിമിഷി ആണെങ്കിൽ ഇതേ സമയം പുറത്തിറങ്ങി വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക ഒരുമാതിരി ഡ്രഗ്സ് അടിച്ച പോലെ ഒരുമാതിരി ഇങ്ങനെ നടക്കുവാണ്. അതിനുശേഷം ഒരുമാതിരി നടക്കാൻ കഴിയാതെ പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ബോഡി അവിടെ ഇങ്ങനെ
ജിമിഷീൻ്റെ ബോഡി ഗാർഡ് ഇങ്ങനെ എടുത്തോട്ട് എൻ്റെ സാർ തന്നില്ല ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജിമിനും ഓക്കെ ഞാൻ ഓക്കെ, എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം, വയ്യനോടും പെട്ടെന്ന് വരാൻ പറയാനുള്ള രീതിയിൽ നിങ്ങളെ വരാൻ പറയാണ്. അപ്പോൾ അവരും ശരി ഓക്കെ സാർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ജിമിഷീൻ്റെ അടുത്ത് കാറിലിട്ട് വീട്ടിലോട്ട് വരികയാണ്. നിങ്ങളും എന്താ പറയുക വിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ജിമിഷീൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ ടൈമിൽ 2 ബോഡി ഗാർഡും കൂട്ടിയിട്ട് ജിമിഷീനെ കൂട്ടിയിട്ട് ബെഡിൽ ഇങ്ങനെ കൊണ്ടിടുകയാണ്. ഒരുമാതിരി ബോധം പോയ പോലെ ഇങ്ങനെ ജിമിഷീനെ കൊണ്ട് അവിടെ ഇടുകയാണ്. അപ്പോൾ നിങ്ങളത് ഷോക്കായിട്ട് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ ഒരു സെക്യൂരിറ്റീനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവരും അത് സാർ ഒരു മറ്റേ ഡ്രിങ്ക്സ് ഇങ്ങനെ കുടിച്ചു എന്നുള്ള രീതിയിൽ പറയാണ്. നിങ്ങളും തിരിയാണ്ട് മറ്റേ ഡ്രിങ്ക്സാണ്, അപ്പോൾ എന്താ പറ്റുക, ജിമിഷിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോഡി ഗാർഡും ഇല്ല ജീവനൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വേണം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും തിരിയാതെ ഞാനോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോഡി ഗാർഡും യെസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ വേണ്ടതൊക്കെ. അപ്പോൾ നിങ്ങളത് കേട്ട് പെട്ടെന്ന് റൂമിലോട്ട് ഓടിപ്പോയതിന് ശേഷം ആ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങളും പെട്ടെന്ന് ബെഡിലായിരിക്കും ജിമിഷി കിടന്നിട്ടുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കൈ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ജിമിഷി ഒരുമാതിരി എന്നുള്ള രീതിയിൽ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പെടയാണ്. അപ്പോൾ നിങ്ങളും ശരി ഓക്കെ എന്നുള്ള രീതിയിൽ ഫോർഹെഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിസ് ചെയ്യുമ്പം അങ്ങും ഇങ്ങും ആദ്യം പടഞ്ഞ് കളിക്കുകയാണ്. അപ്പം നിങ്ങൾ ജിമിഷിനെ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് ഇരുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നിങ്ങളിങ്ങനെ ഹഗ് ചെയ്യാണ്. ജിമിഷിക്കും കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹഗ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത ശേഷം നിങ്ങളെ കണ്ണിനെ നോക്കുകയാണ്. ശേഷം ജിമിഷിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാണ്, നിങ്ങളത് റിമൂവ് ചെയ്യാണ്. അതിന് ശേഷം കുറച്ച് ഹാർഡായിട്ട് റൊമാൻസ് ചെയ്യാണ്. രണ്ടുപേരും ഭയങ്കര കിസ്സിങ് ടച്ചിങ് ആയിട്ട് ഇങ്ങനെ പോകണം, കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ നിങ്ങളും കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ കണ്ണും തുറന്ന് ഒരു ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങളിങ്ങനെ ബെഡിലിരിക്കുകയാണ്. ജിമിഷിയും കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എന്താ പറയുക ലാപ്പിൽ ഇങ്ങനെ വന്ന് തല വെച്ച് ഇങ്ങനെ കടന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരുപാട് സ്മൈൽ ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം ജിമിഷിയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കൈ പിടിക്കുകയാണ്. കയ്യിലാണെങ്കിൽ എന്താ പറയുക ജിമിഷിൻ്റെ നെയിലുണ്ടാവില്ല, അതിൻ്റെ മാർക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണാം. പെട്ടെന്ന് ജിമിഷി എഴുന്നേറ്റ് സോറി ഇടി എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് കുറച്ച് ഹാർഡായിട്ട് പോയിക്കൊണ്ട് സോറി. അപ്പോൾ നിങ്ങളാണെങ്കിൽ ആ ഹഗ്ഗൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത ശേഷം എന്തിനു സോറി, അതൊന്നും കുഴപ്പമില്ല, നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. അതുപോലെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, അതെൻ്റെ കടമയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. ജിമിഷി നിങ്ങളെ തന്നെ നോക്കിയിട്ട് എന്നുള്ള രീതിയിൽ പറയണം. എന്നിട്ട് അല്ല നീ എന്ത് സർപ്രൈസൊക്കെ എനിക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടൊക്കെ പറഞ്ഞ ഗിഫ്റ്റൊക്കെ അതെവിടെയെന്നുള്ള രീതിയിൽ ചോദിക്കണം. അപ്പം നിങ്ങളും വെയിറ്റ് ചെയ്യുന്നില്ല രീതിയിൽ പെട്ടെന്ന് അടുത്ത് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ ഒരു കൈക്ക് ഈ കോട്ടിൻ്റെയൊക്കെ കൈൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ചെറിയൊരു കഫാണെന്ന്. അപ്പോൾ അതങ്ങനെ കയ്യിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, എടുത്തു കൊടുക്കുകയാണ്. ജിമിഷി ആ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തത് കണ്ടിട്ട് വാവുന്നില്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ശേഷം ഇപ്പം തന്നെ ഞാനിത് എന്താ പറയുക ഡ്രസ്സിനൊക്കെ ഇട്ടോക്കട്ടെ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കോട്ടൊക്കെ ഇടുവാണ്. അതിനുശേഷം ആ കോട്ടുണ്ടാവല്ലോ ആ കോട്ടിൻ്റെ താഴോട്ട് കൈൻ്റെ അടുത്തിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ്. അതിനുശേഷം നിങ്ങളെ തന്നെ ഇങ്ങനെ ഒരുപാട് സ്മൈൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇത്, അത്രയ്ക്കും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഇനി ഇതെപ്പോൾ എന്നെ കഴിച്ച് തന്നെ ഇത് വെക്കുന്ന രീതിയിൽ പറയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെവി ഇങ്ങനെ തൊട്ടിട്ട് ഈ ബുള്ളറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഇയറിങ് പോലെ തന്നെ ആയിരിക്കും ഞാനും ഇതെപ്പോൾ വെക്കുന്ന രീതിയിൽ പറയാണ്. അതിനുശേഷം 2 പേരും കൂടിയിട്ട് ഒരുമാതിരി കിസ് ചെയ്തിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യാണ്. ഇത് 7 ജിമിഷിയുടെ വീടിൻ്റെ പുറത്താണെങ്കിൽ 2 ഡിറ്റക്റ്റീവ്സ് അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പുറത്തിങ്ങനെ ഒരുമാതിരി ജിമിഷിൻ്റെ വീടിൽ നിന്ന് ഒരുമാതിരി കുറുകുറുന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബോഡി ഗാർഡ്സൊക്കെ 2 പേരും ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് എടാ ദിവസവും ഇവിടെ 2 പേരും എപ്പോൾ ഇവിടെ വന്ന് നോക്കി നിൽക്കും, ഇവിടെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല, ഒന്ന് പോയടാ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് കൂടാൻ നിൽക്കുകയാണ്. ആ ടൈമിൽ ഒരു കാർ ഇങ്ങനെ അവരെ സൈഡിലോട്ട് ഇങ്ങനെ വരികയാണ്, ആ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ പെട്ടെന്ന് അവരാണെങ്കിൽ ആ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ആ ഒരു 2 ഡിറ്റക്റ്റീവ്സിനെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് തള്ളി വിട്ട് ആ കാർ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരി എന്താടാ ഉള്ളിൽ നിന്ന് ആരോ വരുന്നില്ല രീതിയിൽ ഇങ്ങനെ 2 പേരും 2 ഡിറ്റക്റ്റീവ്സ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിലാണെങ്കിൽ നിങ്ങളും ജിമിഷി ഒരുമിച്ച് ഇറങ്ങി വരുന്നിട്ട് 2 പേരും എടാ നോക്കടാ ജിമിഷിൻ്റെ വീട്ടിൽ നിന്ന് ഇവർ 2 പേരും ഇറങ്ങി വരുന്ന നല്ല രീതിയിൽ ആ 2 ഡിറ്റക്റ്റീവ്സ് ഇങ്ങനെ തന്നെ നോക്കുകയാണ്. അതിൽ നമുക്ക് ഒരാളെ പേര് കിം എന്ന് വെക്കാം. ഓക്കെ, ഒരാൾക്ക് ഞാൻ പേര് വെക്കുന്നില്ല, ഡിറ്റക്റ്റീവ് തന്നെ വെക്കാം. അപ്പോൾ അവർ 2 പേരും ആ കിമ്മും അവർ മറ്റൊരു ഡിറ്റക്റ്റീവ് ഇങ്ങനെ 2 പേരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പം നിങ്ങളെ കണ്ടിട്ട് എടാ പെണ്ണൊക്കെ ഉണ്ട്, ഒരു മറ്റേ കിമ്മല്ല വേറൊരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ എടാ പെണ്ണൊക്കെ നോക്കടാ രാവിലെ തന്നെ എന്തൊക്കെ കഴിച്ചിട്ടേക്കും എല്ലാം കഴിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവർ 2 പേരും രാവിലെ തന്നെ നോക്കുക സൂര്യൻ്റെ വെളിച്ചത്തിൽ 2 പേരുടെയും ഫേസ് ഇങ്ങനെ ഗ്ലോ ആയിട്ട് ഒരുപാട് സ്മൈൽ ചെയ്യുന്നതില്ല ഇതിൽ പറയണം. അപ്പോൾ ആ ഒരു കിമ്മാണെങ്കിലും അത് ശരി തന്നെ അവളുടെ സ്മൈൽ നോക്ക് കണ്ടാലേ
കണ്ടാലറിയാം ഒരുമാതിരി റിയൽ ലവ് എന്നുള്ള രീതിയിൽ ആ കിം ഇങ്ങനെ പറയണം. അപ്പോൾ ആ അടുത്തുള്ള ഡിറ്റക്റ്റീവ് ആണെങ്കിൽ കറക്റ്റാണ്, മറ്റേ സംഭവത്തിന് വരുന്ന പെണ്ണല്ല, ഇത് ശരിക്കും ഒരു ട്രൂ ലവ് തന്നെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. അതേസമയം നിങ്ങളുടെ ജിമ്മിനോട് ബായിയൊക്കെ പറഞ്ഞിട്ട് ജിമിൻ ആ കാറിൽ കയറിയിട്ട് പോവാണ്. അതേസമയം നിങ്ങൾ ഒരുപാട് സ്മൈൽ ചെയ്ത് ജിമിഷി പോകുന്നതൊക്കെ നോക്കിയിട്ട് വീണ്ടും അകത്തോട്ട് ഇങ്ങനെ മേലെ കയറി പോവാണ്. അതേസമയം ഒരു കിം ഉണ്ടല്ലോ, ആ ടൈമായിരിക്കും നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും, ഒരു സൈഡിൽ നിന്നായിരിക്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉള്ളോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ഒരുമാതിരി നോക്കിയിട്ട് ഒരു ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ കിമ്മാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായി, ഓക്കെ, അവനാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ട് ഇവളെന്താ ഇവിടെ രീതിയിലൊരുമാതിരി ഫേസൊക്കെ ചേഞ്ച് ആവാണ്. ശേഷം നിങ്ങളെ പിന്നാലെ തന്നെ ഓടി വരുവാണ്. ഓടി വന്നിട്ട് എടി നീ എന്താടി ഇവിടെ ചെയ്യുന്നതിൻ്റെ രീതിയിൽ ചോദിക്കുവാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ പോകുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ പെട്ടെന്ന് ഓടി നിങ്ങളടുത്തോട്ട് വന്ന് ഇങ്ങനെ ഓടി വന്ന് നിങ്ങളടുത്തോട്ട് കൈ പിടിച്ചിട്ട് നീ എന്ത് ദേശാടി ഇവിടെ നിന്ന് ചെയ്യുന്നില്ല ഇതിലൊരുമാതിരി ചോദിക്കുവാണ്. പക്ഷേ അവനാണെങ്കിൽ നിങ്ങളെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളാണെങ്കിൽ വീട് എന്നുള്ള രീതിയിൽ അവൻ്റെ കൈ ഇങ്ങനെ തട്ടാൻ നോക്കുവാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവനാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നിങ്ങളെ കൈ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ളൊരു സീറ്റിൽ ഇങ്ങനെ നിങ്ങൾ ഇരുത്തിയതിന് ശേഷം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ആരാന്ന് അവനെന്നറിയോ, ഇനി നീ അവൻ്റെ പിന്നാലെ നടക്കാൻ പാടില്ല, ഇനി നീ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആവാൻ പാടില്ല, നീ ഇപ്പം ബ്രേക്കപ്പ് ആക്കണം എന്ന രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ നോക്കിയിട്ട് അവനാണ് ആ കിമ്മാണെങ്കിൽ. അപ്പം നിങ്ങളെ ഫേസൊക്കെ ചെറുങ്ങനെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ആരാ പറഞ്ഞ് ഞാനെൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, നിനക്കറിയോ ഞാൻ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ ഒരുമാതിരി നിങ്ങൾ അങ്ങോട്ട് കിമ്മിനോട് ഇങ്ങനെ പറയുകയാണ്. അതേസമയം ഇവർ രണ്ടുപേരും നിങ്ങളുടെയും കിമ്മിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേ ഉള്ളൊരു ഫ്രണ്ടാണ് കിം, ഓക്കെ. അപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ എത്തുന്ന ടൈമിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ ബാസ്കറ്റ് ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കിമ്മിനും ബാസ്കറ്റ് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം കിം ആണെങ്കിൽ സ്കൂളിൽ ഈ ബാസ്കറ്റ് ബോൾ കളിച്ച് വിൻ ചെയ്തിട്ട് ഒരുമാതിരി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങൾ അങ്ങ് ബാക്ക് പോയിട്ട് കിം അടിപൊളി നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ ഓടിപ്പോവാണ്. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ അടുത്തെത്തിയ ശേഷം എന്തൊരു മണ എന്നുള്ള രീതിയിൽ പറയാണ്. അവനാണെങ്കിൽ എന്തടി ഹഗ് ചെയ്യുന്നുള്ള രീതിയിൽ പറയണം. അത് നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് പോയിട്ട് നീ ബാധ ഏറ്റു, അതിന് ശേഷം നമുക്ക് ഹഗ് ചെയ്യാം, എന്തൊരു മണ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. അപ്പോൾ അവനാണെങ്കിൽ പോടി അവിടുന്ന് വന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ബസ് ബാത്തേക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് മണക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ അവനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലോട്ടല്ല നിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നില്ല രീതിയിൽ പറയണം. അപ്പോൾ നിങ്ങളും എൻ്റെ വീട്ടിലൊന്നും ഞാൻ കേട്ടില്ല, ഞാൻ എന്തായാലും നിന്നെ കയറ്റവും കൂടിയില്ല രീതിയിൽ പറയണം. അപ്പോൾ അവനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരും, അതിന് ശേഷം എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിൻ്റെ ബാത്റൂമിൽ തന്നെ കുളിച്ചിട്ട് ഞാൻ പോകുന്നില്ല രീതിയിൽ പറയണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ എടാ മോനെ ഞാൻ എന്തായാലും നിന്നെ വീട്ടിലോട്ട് കയറ്റില്ല എന്ന രീതിയിൽ പറയണം. അപ്പോൾ കിമ്മാണെങ്കിൽ അതൊന്നും എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് കയറും, അതിനുള്ള അധികാരമൊക്കെ എനക്കുണ്ട്, ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിൽ കയറും, ഫുഡ് കഴിച്ച് കുളിച്ചിട്ട് അതിന് പോകുന്ന രീതിയിൽ പറയണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്മൈൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇതേ സമയം നിങ്ങൾ ഈ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് കിമ്മിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. കിമ്മാണെങ്കിൽ നിങ്ങളെ രണ്ട് ഷോൾഡറിൽ ഇങ്ങനെ അവൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ തന്നെ ഒരു മാതിരി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. നിങ്ങളാണെങ്കിൽ അവളെ തന്നെ നോക്കിയിട്ട് അയ്യോ ഞാൻ എന്തായാലും ജിംഷിനെ ലവ് ചെയ്യുന്ന കാര്യം ഇവനെ അറിയാൻ പാടില്ല, എൻ്റെ അമ്മേനെ എന്നെക്കാട്ടിയും ക്ലോസ് എൻ്റെ അമ്മയ്ക്ക് ഇവനാണ്, എന്തായാലും ഞാൻ ജിംഷിനെ ലവ് ചെയ്യുന്ന കാര്യം എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മേനോട് പോയിട്ട് പറയും, അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല എന്ന രീതിയിൽ ഒരു അവനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവനങ്ങ് പിടിച്ച് നിങ്ങളിങ്ങനെ ഷോൾഡറിൽ പിടിച്ച് ഇങ്ങനെ കുലുക്കിയിട്ട് പറയടി നീ സത്യമില്ല അതുപോലെ പറഞ്ഞ് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവൻ കിമ്മിനെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് ഒരു സൈഡിൽ വന്നിരുന്നിട്ട് നീ എന്ത് ഭ്രാന്തായി പറയുന്നത്, എനിക്കും ജിംഷിക്കും ഒരു ബന്ധമൊന്നുമില്ല രീതിയിൽ നിങ്ങളിങ്ങനെ പറയാണ്. അപ്പോൾ അവനാണെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് നീ എന്തോ സത്യം പറഞ്ഞോളൂ വയ്യൻ, നീ എനിക്കറിയാം, നീ ആ ഒരു ജിംഷിൻ്റെ ആ ഒരു സ്വഭാവം പറഞ്ഞിട്ടും കൂടിയാണ് നീ അവൻ്റെ കൂടെ ഗേൾ ഫ്രണ്ടായിട്ട് നടക്കുന്നത്, നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട, നിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മാത്രമല്ല, ഞാൻ ഒരു പോലീസും കൂടിയായി, ഇപ്പം എനിക്കിപ്പം എൻ്റെ മുഖത്ത് മൊത്തം എഴുതിയിട്ടുണ്ട്, നീ സത്യം പറയുന്ന രീതിയിൽ പറയാണ്. നിങ്ങളൊരുമാതിരി പിന്നെ ഞാൻ പറയാമല്ലോ എനിക്കും ജിംഷിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന രീതിയിൽ നിങ്ങളിങ്ങനെ പറയണം. അപ്പോൾ കിമ്മാണെങ്കിൽ ശരി നീ പറയില്ല അല്ലേ, എന്തായാലും ഞാൻ ഈ കാര്യം നിൻ്റെ ജിമ്മിൻ്റെ കൂടെ വിടില്ല, അത് പറഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യം അവിടെ നിന്ന് ആ ഇരുന്ന് എടുക്കുന്നതന്നെ നിങ്ങളുടെ കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് അവനിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ പോവാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് കൈ വിടരുത് എന്നിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. അപ്പോൾ അവരാണെങ്കിൽ പറ്റില്ല, നീ വന്നേ പറ്റില്ല, നീ എന്തായാലും ഞാൻ ജിംഷിക്ക് നിന്നെ കാണിച്ചു കൊടുക്കില്ല എന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നിങ്ങൾ ആദ്യം അവൻ്റെ കൈ തട്ടി വിടുകയാണ് ടൈറ്റായിട്ട്. അപ്പോൾ അവരാണെങ്കിൽ നിങ്ങളെ തന്നെ നോക്കിയിട്ട്
ഞാനിനി എന്ത് വന്നാലും ജിമിച്ചിക്ക് നിന്നെ കൊടുക്കൂല എന്ന രീതിയിൽ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിക്കൊണ്ട് പറയുമെന്ന് ഞാൻ എന്തായാലും എന്നെ വിടൂല എന്ന രീതിയിൽ നിങ്ങളെ കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിങ്ങനെ പോവാണ്. ഇതേ സമയം ജിമിച്ചീൻ്റെ ബോഡി ഗാർഡ് ഇതൊക്കെ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ആർക്കും ഇങ്ങനെ മെസ്സേജ് ആണ്. അപ്പം ജിമിച്ചി ആണെങ്കിൽ കാറിൽ പോകുന്ന ടൈമിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് നിങ്ങളിങ്ങനെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ കാണുമ്പോൾ കോൾ ഇങ്ങനെ കണക്റ്റ് ആവുന്നേയില്ല. ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ കോളിങ്ങനെ എന്താ പറയുക ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങൾ കണക്റ്റ് ആവാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നിങ്ങളാണെങ്കിൽ ആ ഒരു കിം ഉണ്ടല്ലോ അങ്ങ് വലിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെ കിമ്മിൻ്റെ വീട്ടിലൊരു റൂമിൽ ഇങ്ങനെ പൂട്ടിയിട്ടാണ്. പൂട്ടിയിട്ട് ഡോറൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ കുറേ ഡോർ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ലോക്ക് തുറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പുറത്തൊരു ചെയറൊക്കെ ഇട്ടിട്ട് ഡോർ തുറക്കാൻ പറ്റാത്ത രീതിയിലൊരു ചെയറൊക്കെ ഇട്ടതിന് ശേഷം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം എന്താ പറയുക നിങ്ങളും അതുപോലെ തന്നെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ തുറക്കാൻ പറ്റുമല്ലോ. ഇതിൽ കുറേ നിങ്ങളും എടുത്തിട്ട് ആ ഒരു ഡോറിനെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം പുറത്തും ആ ഒരു കിമ്മാണെങ്കിൽ ഒരുമാതിരി ഡോറിനൊക്കെ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ കിം പ്ലീസ് എന്നെ വിട്, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും എന്നെ പരുതുന്നുണ്ടോ, നീ എന്നെ വിട് എന്നുള്ള രീതിയിൽ പറയാണ്. തന്നെ വിട് എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ കിമ്മാണെങ്കിൽ അവിടെ നിന്ന് എടി നീ എന്താടി നീ പറയുന്നില്ല രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. നീ അവിടെ പോയിട്ട് ജിമ്മിൻ്റെ കൂടെ കുറേ നേരം നാളെ നിന്നിട്ട് എന്തെങ്കിലും നിന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ വേണ്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാണ്. അപ്പോൾ നിങ്ങളുള്ളിൽ നിന്ന് എടാ എനിക്കറിയാം എനിക്ക് കുഴപ്പമാണ് ഒക്കെ എനിക്കറിയാം, എനിക്ക് എന്താ പറയുക എനിക്കറിയാം നിൻ്റെ കൂടെ ഞാൻ നിന്നാൽ എന്തായാലും എനിക്ക് ലൈഫ് ലോങ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, ഞാൻ അത്രയ്ക്ക് കെയർ ചെയ്ത് നോക്കുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നതിനെക്കാട്ടിയും വലുതാണ് ജിംഷീൻ്റെ കൂടെ കുറച്ച് നേരം സന്തോഷമായിട്ട് പിന്നെ എനിക്ക് ചത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഡോർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാഷായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കിമ്മാണെങ്കിൽ എടുത്ത് നിന്നെ തന്നെ വേദനിപ്പിക്കല്ല, നീ അടിക്കല്ല, നീ ഡോറ് ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് കളിക്കല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. നിനക്ക് നിന്നെ തന്നെ വേദനിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ അതൊന്നും നോക്കാതെ ഒരുമാതിരി കുറച്ച് ബാക്കോട്ട് പോയിട്ട് ഓടി വന്നിട്ട് ആദ്യം ഈ ഡോറിനിങ്ങനെ അടിക്കുകയാണ്. ഇനി ആദ്യം ഇങ്ങനെ അടിച്ചു 2-3-4 പ്രാവശ്യം നിങ്ങളിങ്ങനെ ദൂരെ പോയിട്ട് ഇങ്ങനെ അടിക്കുന്നിട്ട് എന്താ പറയുക കിമ്മിന് ഒരുമാതിരി മനസ്സ് കാക്കാതെ ശരി എന്തായാലും അവർക്ക് വേദന എടുക്കണ്ട ഡോറ് തുറക്കാൻ രീതിയിൽ ഇങ്ങനെ വരി ഡോർ ഇങ്ങനെ തുറക്കുന്ന ടൈമിൽ നിങ്ങൾ അങ്ങ് ഓടിപ്പോയിട്ട് അവിടെ ഇങ്ങോട്ട് ഓടി വരുന്നതായിരിക്കും. ആ ടൈമിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ കിമ്മാണെങ്കിൽ ഡോർ തുറന്നോണേ ഒരുപാട് നിങ്ങൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കയറി പിടിക്കുകയാണ്. ആ ഒരു ടൈം സത്യം പറഞ്ഞാൽ ഒരുമാതിരി ലിറ്ററലി ഒരു ഹഗ് പോലെ ഇരിക്കുന്ന രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. രണ്ടുപേരും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഈ എന്താ പറയുക കിമ്മിൻ്റെ വീടിൻ്റെ മെയിൻ ഡോർ ആരോ ചവിട്ടി അടിച്ച് പൊളിച്ച് ഉള്ളിലോട്ട് വരുന്ന പോലെ തോന്നുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക കിമ്മാണെങ്കിൽ ഫസ്റ്റ് അവിടുന്ന് ആ റൂമിൽ നിന്നാണെങ്കിൽ ഓടിപ്പോയിട്ട് ആ മെയിൻ ഡോറിൻ്റെ അടുത്ത് പോയി നോക്കുകയാണ്. അപ്പോൾ അവന് തിരിഞ്ഞു ഓക്കെ ജിമ്മിനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇവളെ കൂട്ടാനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഒരുമാതിരി ജിമ്മിനായിരിക്കും എന്നുള്ള രീതിയിൽ ഒരുമാതിരി മുന്നിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്താ പറയുക ആ ഒരു ഹാളിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളും എന്താ പറയുക ആ സൗണ്ട് കേട്ട് നിങ്ങളും ഇങ്ങനെ പുറത്തോട്ട് വന്നിങ്ങനെ എന്താ പറയുക കിമ്മിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിങ്ങനെ ജിംഷീനെ തന്നെ നോക്കി നിൽക്കുമ്പം ജിംഷി ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ നിങ്ങളെ എന്താ പറയുക കിമ്മിനെ ഒരുമാതിരി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കിമ്മാണെങ്കിൽ ഒരുമാതിരി നിങ്ങൾ മുന്നിലോട്ട് അവരെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഞാൻ എന്ത് വന്നാലും ഞാൻ ഇവളെ തരാൻ പോകുന്ന എല്ലാ രീതിയിൽ ഒരുമാതിരി മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ തരില്ല എന്ന രീതിയിൽ ഒരുമാതിരി പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജിംഷിയാണെങ്കിൽ ഒരുമാതിരി ആറ്റിറ്റ്യൂഡിലോട്ട് കുറച്ച് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് നിനക്ക് ചെറിയൊരു തെറ്റ് പറ്റി, മാഫിയേൻ്റെ ഗേൾഫ്രണ്ടിനെ തന്നെ നിനക്ക് തട്ടിക്കൊണ്ട് പോകണോ അതോ കിഡ്നാപ്പ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ഒരുമാതിരി ഇങ്ങനെ ഒരുമാതിരി ഈവിളായിട്ട് സ്മൈൽ ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ജിംഷി അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഈ പാട്ട് ഇത്രയൊക്കെയുള്ളൂ, അടുത്ത പാട്ട് ഞാൻ പെട്ടെന്ന് ഇടാൻ പറ്റുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് സോറി. ഓക്കെ ഈ പാട്ട് ഇത്രയൊക്കെയുള്ളൂ, അടുത്ത പാട്ടിൽ പെട്ടെന്ന് തന്നെ കാണാം. അത്ര വரைക്കും ടാറ്റ ബൈ ബൈ.